സിഹർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വഹാബികള് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരോട് സഹായം തേടിക്കഴിഞ്ഞാൽ അത് ശിർക്കാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവർ ഇതുപോലെ പഴയ കാലങ്ങളിൽ പഠിപ്പിച്ചിരുന്നൊരു സംഭവമുണ്ട്, സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ മുശിരിക്കാകുമെന്ന്. എന്നാൽ ഇപ്പോൾ അവരത് തിരുത്തി. ഇപ്പോൾ അവർ തന്നെ സിഹർ ബാത്തിലാക്കുന്നു, സിഹർ അടിച്ചിറക്കുന്നു, അതുപോലെ ജിന്നുബാധ അടിച്ചിറക്കുന്നു, സിഹർ മന്ത്രിച്ച് മാറ്റുന്നു. ഇങ്ങനെ പലതും അവർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ അവർ പറയുന്നത് സിഹർ ഉണ്ട് എന്ന് പറയുന്നത് അത് തൗഹീദ് തന്നെയാണ്, അത് തൗഹീദിന് എതിരല്ല എന്ന്. മുമ്പ് അത് തൗഹീദിനെതിരായിരുന്നു, ശിർക്കായിരുന്നു. അതുപോലെ ജിന്നുകളോട് സഹായം തേടൽ മുമ്പ് ശിർക്കായിരുന്നു, ഇപ്പോൾ ശിർക്കല്ല എന്നാണ് വഹാബികളുടെ വലിയൊരു ഗ്രൂപ്പ് തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാലാകാലം ഓരോ കാലത്തും മാറ്റിക്കൊണ്ടിരിക്കുക ഇവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രണ്ടാമത് പോയി ആ ഡോക്ടറെ അടുത്ത് തന്നെ രണ്ടാമത് പോയാലും അത് ശിർക്കല്ല, ഡോക്ടറെ എൻ്റെ മോളൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും അതൊന്നും ശിർക്കാവൂല. കാരണം എന്താ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചവരാണ് നമ്മൾ. അള്ളാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അറബി വ്യാകരണ ശൈലി അനുസരിച്ച് വല്ലാഹു സ്വമദ് എന്ന് വാവ് കൂട്ടി പറയാതെ, വാവ് കൊടുക്കാതെ അള്ളാഹു സ്വമദ് എന്ന് പറഞ്ഞത് ആ അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായി ആ ഏകത്വം ഏതിലാണ്? സ്വമദീയത്തോടുകൂടെയുള്ള ഏകത്വമാണ്. എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തതയോടുകൂടെ. നമ്മൾ സ്വയം പര്യാപ്തതയുള്ളവരല്ല, നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആശ്രയിക്കാരണം അള്ളാഹുവിനെ ആശ്രയിക്കലാണ്. കാരണം അവർക്ക് കൊടുത്ത കഴിവ് അള്ളാഹ് കൊടുത്തതാണ്. അത് ഒരു ഡോക്ടറോടാണെങ്കിലും അതൊരു ഇനി രോഗിയോടാണെങ്കിലും ആരോട് നമ്മൾ സഹായം തേടിയാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹായത്തേട്ടമൊക്കെയും അവസാനം എത്തുന്നത്, അത് മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്കല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായത്തിൻ്റെയും ഉത്ഭവം ഇല്ല, ഒരു കഴിവിൻ്റെയും ഉത്ഭവമില്ല. അള്ളാഹുവാണ് അവയൊക്കെ സൃഷ്ടിക്കുന്നതും ആ കഴിവൊക്കെ കൊടുക്കുന്നതും അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ അതുപോലെ മറ്റ് അമ്പിയാക്കൾക്കോ ബദരീങ്ങൾക്കോ മുഹിയുദ്ദീൻ ഷെയ്ഖിനോ സ്വന്തമായി ഒരു കഴിവും ഇല്ല. അതേസമയം ഇവർ വിശ്വസിക്കുന്നത്, മനസ്സിലാകുന്നത്, ഡോക്ടറുടെ അടുത്ത് പോവാണെങ്കിൽ ഡോക്ടർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന ഇവരുടെ വിശ്വാസം. ഇല്ലാതെ രണ്ടാമത് ആ ഡോക്ടറെ അടുത്ത് തന്നെ പോയാൽ ശിർക്കാകുമെന്ന് ഇവർ പറയുമോ? അപ്പോൾ ഈ രീതിയിൽ ശിർക്കിനെ ഒരു കാലത്ത് ശിർക്കാണെന്ന് പറയുകയും പിന്നീടത് മാറ്റിപ്പറയേണ്ട ഗതികേട് വരികയും ചെയ്യുന്നത് മഹാന്മാരെ തള്ളിയത് കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിനെ ശരിയായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടുമാണ്. ഇസ്ലാം നിങ്ങൾ വിചാരിക്കും ഇവർ കുറച്ച് ആയത്തൊക്കെ ഓതുമ്പോഴേക്ക് ഒരു വലിയ സംഭവമാണെന്ന്. തട്ടമിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നീട്ടിപ്പറഞ്ഞത് കൊണ്ടോ ഇവർ കുറച്ച് ആയത്തുകൾ ഓതിയത് കൊണ്ടോ പണ്ഡിതനാകുന്നില്ല, ഇസ്ലാമിൻ്റെ ആശയമാകുന്നില്ല. ഇവിടെ അൽ മുൻജിദ് ഡിക്ഷണറി ഉണ്ടാക്കിയത് ലബനാൻകാരനാണ്. അതേ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ഇസ്ലാമിൻ്റെ അറബി ഭാഷയുടെ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത്. പല ഖുർആൻ ഹാഫിദീങ്ങളും ക്രിസ്ത്യാനികളാണ്, അതുപോലെ ജൂതന്മാരാണ്. ഇസ്ലാമിനെ വഴി പിഴപ്പിക്കാൻ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ വഴി പിഴപ്പിക്കാൻ വേണ്ടി ജൂതായിസ ശക്തികൾ പടച്ചുവിടുന്ന പടപ്പുകളാണ്. അവരുടെ ആശയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉരുത്തിരിയുന്ന ആശയമാണ് ഇവിടെ വഹാബിസം ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവർ പലതും മാറ്റിപ്പറയും, പല കാര്യങ്ങളും മാറ്റിപ്പറയും. ഇപ്പം എന്തൊക്കെ മാറ്റിപ്പറഞ്ഞു? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മാറ്റിപ്പറയേണ്ടി വന്നു. നോക്കാം ഇതിനെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. ഇവരിൽ പെട്ട തന്നെ ഒരു സലഫി പറയുന്നുണ്ട്, ഇങ്ങനെ മാറ്റിപ്പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ പൂർവ്വസൂരികളെ തള്ളിയത് കൊണ്ടാണ്. കാരണം ശിർക്കാണെന്ന് പറയേണ്ടി വന്നത്, ശിർക്കാണെന്ന് ഇങ്ങൊക്കെ പറയേണ്ടി വന്നത് അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ തള്ളിയത് കൊണ്ടാണ്. ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത് സിഹർ ഉണ്ട്, സിഹർ ബാധിക്കും എന്നൊക്കെയാണ്. ഏതായാലും ഇവരുടെ ആശയം ഒന്ന് കേൾക്കാം.
സിഹർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അഹ്ലുസ് സുന്നന്റെ എല്ലാ പണ്ഡിതന്മാരും സിഹർ ബാധിക്കും, സിഹറുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അത് ശിർക്കാകും എന്ന് പറഞ്ഞ് മുഴുവൻ പൂർവിക പണ്ഡിതന്മാരെയും ശിർക്കാരോപിക്കുന്ന അപകടത്തിലേക്ക് എത്താൻ കാരണം എന്താ പറയുക? ജിന്നിൽ നിന്ന് ഉപദ്രവങ്ങളും അതേപോലെ മലക്കിൽ നിന്ന് സഹായങ്ങളും കിട്ടും എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നൊരു പുതിയ സംഗതി നാട്ടിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ നേരം വെളുത്ത് തുടങ്ങുന്നുണ്ടല്ലോ ഈ കൂട്ടർക്ക്. ഇനിയും എന്തൊക്കെ നേരം വെളുക്കാൻ ഇരിക്കുന്നു ഇവർക്ക്. ആദ്യം സിഹറുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്ക്. ഇപ്പോൾ സിഹറുണ്ട് എന്ന് വിശ്വസിക്കൽ ഷിർക്കല്ല. മുമ്പ് ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കൽ മുമ്പ് ഷിർക്ക്. ഇപ്പോൾ സഹായിക്കും എന്ന് വിശ്വസിക്കൽ ഷിർക്കല്ല. ഏത് തൗഹീദാണ് കൂട്ടരെ നിങ്ങളുടെ തൗഹീദ്? ഷിർക്ക് എപ്പോഴാ കൂട്ടരെ തൗഹീദാവുക? രാത്രി പകലാകുമോ, പകൽ രാത്രിയാകുമോ?